തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ്. സാമ്പത്തികമായും മാനസികമായും ചതിച്ചൊരു വാർത്തയിലേക്കാണ്. ജീവിത പങ്കാളിയും ബിസിനസ് പങ്കാളിയുമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി യുവതി എറണാകുളം പെരുമ്പാവൂരിൽ പിടിയിൽ. ആലുവ എടത്തല സ്വദേശി ഷംല ഷമീറാണ് പിടിയിലായത്. മാട്രിമോണിയൽ സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പ്രദീപ് തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ലാൽ കൃഷ്ണ കൊച്ചിൻ ചേരുന്നു. ലാൽ, ഒന്നെങ്കിൽ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തും, അല്ലെങ്കിൽ മാനസികമായി ചതിക്കും. ഇത് രണ്ടു തരത്തിലും പാർട്ണറാക്കാം, ബിസിനസ്സിലും പാർട്ണറാക്കാം, ജീവിതത്തിലും പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഒരു പാവ യുവാവിനെ വിശ്വസിപ്പിച്ച് പറ്റിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു തട്ടിപ്പ്? എന്താണ് ഇയാളുടെ പശ്ചാത്തലം? സുഹൈൽ, ഒരാളെ അല്ല, ഒന്നിലധികം ആളുകളെ ഉണ്ട്. അതായത് വയനാട്, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിലവിൽ കേസുണ്ട്. മറ്റേതെങ്കിലും സ്റ്റേഷനിൽ കേസുണ്ടോ എന്ന കാര്യം പെരുമ്പാവൂർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 2024 മാറമ്പള്ളി സ്വദേശിയായിട്ടുള്ള 43-കാരൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിംലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. ആദ്യഘട്ടത്തിൽ ബിസിനസ് പങ്കാളിയാക്കാം എന്ന പേരിലാണ് പരിചയപ്പെട്ടതും സൗഹൃദം സ്ഥാപിച്ചതും. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സൗഹൃദത്തിലായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പണം തിരികെ ചോദിക്കും എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ ഇവർ അവരുടെ അടുത്ത് നിന്ന് വിവാഹ വാഗ്ദാനം നൽകി കൂടുതൽ പണം കൈക്കലാക്കി. ഏകദേശം 45 ലക്ഷം രൂപയിലധികം ഇത്തരത്തിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ഈ പണം വാങ്ങി ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ആലുവയിലുള്ള ഒരു യുവാവിനോട് എറണാകുളത്തുള്ളൊരു മാളിൽ അവിടെ സ്റ്റോക്ക് ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലി, ആ കരാർ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് 11 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസാണ്. മറ്റു പലരെയും മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെടുക. ആദ്യഘട്ടത്തിൽ കല്യാണത്തിന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ബിസിനസ് പങ്കാളികളാക്കുക, അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിത്തത്തിന് താല്പര്യമുള്ളവരെ പണം ചോദിക്കുന്ന സമയത്ത് വിവാഹ വാഗ്ദാനത്തിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായുള്ള തിരിമറി ഈ സംഭവമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ കിട്ടുന്ന പണം ഇവരുടെ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കോതമംഗലത്തിനടുത്തുള്ള ഓടക്കാലിൽ നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇവർ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മ കൂടിയാണ് എന്ന കാര്യം കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പെരുമ്പാവൂർ, കോതമംഗലം, ആലുവ, വയനാട് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂർ കോടതിയിൽ ഇവരെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഏതെല്ലാം തരത്തിലുള്ള കേസുകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുണ്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടിയാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.